ദൈവനാമത്തിൽ ഏവർക്കും വീണ്ടും സ്നേഹവന്ദനം. നമ്മുടെ വളരെ പ്രത്യേകതയുള്ള ഒരു പഠന പരമ്പരയാണ് റോമാലേഖനം. ആ റോമാലേഖനത്തിൽ നിന്നുള്ള 76-ാമത്തെ അവതരണത്തിലാണ് റോമർക്കെഴുതിയ ലേഖനം. അതിൻ്റെ 4-ാം അധ്യായത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആദ്യത്തെ 3 വാക്യങ്ങൾ, പ്രത്യേകിച്ച് അതിൻ്റെ 5-ാം വാക്യം ഉൾപ്പെടെ നാം പരിശോധിക്കുമ്പോൾ നാം കാണുന്നത് ദൈവത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന കണക്കെഴുത്ത് ക്രമീകരണം. ദൈവത്തിൻ്റെ കയ്യിലൊരു കണക്ക് പുസ്തകമുണ്ട്. ആ കണക്ക് പുസ്തകം അത്ഭുതകരമാണ്. അതിലെ ക്രമീകരണമാണ് നാം ഇതിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. റോമർക്കെഴുതിയ ലേഖനം 4-ാമത്തെ ഒരു ചോദ്യത്തോടുകൂടി ആരംഭിക്കുകയാണ്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു? അബ്രഹാം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവന് പ്രശംസിപ്പാൻ സംഗതിയുണ്ട്. പക്ഷെ അതേ സമയത്ത് പൗലോസ് പറഞ്ഞു, ദൈവസന്നിധിയിലില്ല താനും. ദൈവസന്നിധിയിൽ ഒരു മനുഷ്യനും അവൻ്റെ പ്രവൃത്തി കൊണ്ടുവന്നിട്ട് പ്രശംസിക്കുവാൻ അർഹതയില്ല. കാരണം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയും കുറ്റമറ്റതല്ല, തികവുള്ളതല്ല. എന്നിട്ട് 3-ാം വാക്യം പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. തിരുവെഴുത്തെന്തു പറയുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം വചനത്തിലുണ്ട്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് തന്നെ. ഇതാണ് ഉത്തരം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഈ വിഷയമാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗഹനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യമാണ് ഉദ്ധരിച്ചത്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. വളരെ യുക്തമായ ചർച്ചയുള്ളൊരു നിരീക്ഷണം നമ്മൾ കണ്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അത് നിർണായക ഒരു തത്വം അവതരിപ്പിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. അതാണ് അബ്രഹാമിനെ നീതിമാനായി കണക്കിട്ടത്. കണക്കിട്ടു എന്ന വാക്കിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ് ഒരു കണക്കെഴുത്ത് എന്ന വിഷയത്തിലേക്ക് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഒരു കണക്കെഴുത്ത്, ഒരു പേരേട്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിനെ ദൈവം നീതിമാനായി കണക്കിടുകയായിരുന്നു. അത് അത്ഭുതകരമായൊരു സത്യം പ്രഖ്യാപിക്കുകയാണ്. ദൈവത്തിൻ്റെ കണക്കെഴുത്തിനെക്കുറിച്ച് ഉള്ള ചിന്തയിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കണക്കെഴുത്തുകാർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടാണ് കണക്കെഴുതുന്നത്. പണ്ടത്തെ കാലത്ത് കൈകൊണ്ട് പുസ്തകത്തിൽ എഴുതുമായിരുന്നു. അതിന് പേരേട്, കണക്ക് പുസ്തകം, ലെഡ്ജർ എന്ന് വിളിക്കും. അവിടേക്കാണ് വരവ് ചിലവുകൾ അവർ രേഖപ്പെടുത്തുന്നത്. അതിനെ കണക്കെഴുത്ത് പുസ്തകം, ബുക്ക് കീപ്പിംഗ് ഓഫ് ദ ബുക്സ് എന്നൊക്കെ പറയും. ഈ കണക്കെഴുത്ത് പുസ്തകത്തിൽ 2 കോളം ഉണ്ടാകും. ഒന്ന് ചെലവിൻ്റെ കോളം, മറ്റൊന്ന് വരവിൻ്റെ കോളം. ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റ് എന്ന് പറയുമ്പോൾ പൈസ ചെലവാകുന്നതായ വിവരങ്ങൾ, ഏതൊക്കെ വഴിയിലാണ് ഈ ചെലവിനങ്ങൾ നടന്നത്. മറുവശത്ത് വരവുകൾ, ഏതൊക്കെ വഴിയിലാണ് സാമ്പത്തിക നേട്ടം വന്നത്. ഈ കണക്കെഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഇത് തമ്മിൽ അവസാനം തുലനം ചെയ്യണം. വരവും ചെലവും തമ്മിൽ തുലനം ചെയ്ത് നഷ്ടമാണോ ലാഭമാണോ എന്ന് കണ്ടെത്തണം. ദൈവത്തിൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നാം അബ്രഹാമിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലും ഈ വരവിൻ്റെ കോളവുമുണ്ട്, ചെലവിൻ്റെ കോളവുമുണ്ട്. ചെലവിൻ്റെ കോളം, അതായത് ഡെബിറ്റ്. ആ കോളത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലാകട്ടെ നമ്മുടെ ജീവിതത്തിലാകട്ടെ ചുമന്ന മഷി കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാപം 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 എന്നാണ്. അനേക ചുവന്ന അടയാളങ്ങളുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതത്തിലും പാപമുണ്ട്, കുറവുകളുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഈ പരാധീനതകൾ, കുറവുകൾ, തെറ്റുകുറ്റങ്ങൾ, ഇതൊക്കെ അവർ അവഗണിച്ച് കളഞ്ഞു. അതങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. ബൈബിൾ വളരെ വേഗത്തിൽ നമ്മൾ വായിച്ചു പോയാൽ തന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അനവധി കുറവുകളെ കാണാൻ പറ്റും, അപൂർണതകൾ കാണാൻ പറ്റും. ഉദാഹരണത്തിന്, അബ്രഹാം ഭയപ്പെട്ട ഒരു ദിവസം 2 തവണ അത് സംഭവിച്ചു. അബ്രഹാം കടന്നു പോകുന്ന ദേശത്തുള്ള രാജാവിനെയും അവിടെയുള്ള ജനങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ ഭാര്യ അല്ല എന്ന് പറഞ്ഞു, സത്യം മറച്ചു വെച്ചു. അത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയും 20-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 18 വാക്യത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ചിലരുടെ കാഴ്ചപ്പാടിൽ അബ്രഹാം ഹാഗാറിനോട് ചെയ്തത് കുറച്ച് ക്രൂരതയായിരുന്നു എന്ന് കാണുന്നവരുണ്ട്. ഉൽപ്പത്തി 16-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെ അബ്രഹാം ഹാഗാറിനെ സാറയുടെ വാക്കിട്ട് ഇറക്കി വിട്ടതെല്ലാം കുറച്ച് ക്രൂരതയായിരുന്നു തോന്നുന്നവരുണ്ട്. തുടർന്നുള്ള നമ്മുടെ പാഠങ്ങളിൽ നമ്മളത് കാണും.
അബ്രഹാമിൻ്റെ വിശ്വാസം ഒരിക്കലും കുറ്റമറ്റതായിരുന്നില്ല, തികവുള്ളതായിരുന്നില്ല. സാധാരണ മനുഷ്യർക്കുണ്ടായിരുന്നതായ സകല ബലഹീനതകളും പോരാട്ടങ്ങളും അബ്രഹാമിൻ്റെ ജീവിതത്തിലും ഉണ്ടായി. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നേരത്തെ സൂചിപ്പിച്ചതാണ്, നാം എത്ര നല്ലവരായി ജീവിച്ചാലും എത്ര സൽപ്രവർത്തികൾ ചെയ്താലും ദൈവം ഒരിക്കലും നമ്മോട് കടപ്പെടുന്നില്ല. ദൈവം നമ്മുടെ കടക്കാരനല്ല. നാം ചെയ്ത സൽപ്രവൃത്തികളോ നമ്മുടെ നല്ല ജീവിതം കണ്ടോ ദൈവം നമ്മോട് കടപ്പെടുന്നില്ല. അപ്പോൾ ഈ പുസ്തകത്തിലെ വരവ് ചെലവ് കോളം, അതിൻ്റെ വരവിൻ്റെ കോളത്തിൽ, ക്രെഡിറ്റ് കോളത്തിൽ, അത് വാസ്തവത്തിൽ അബ്രഹാം ജീവിതത്തിൽ ചില സൽപ്രവൃത്തികളുണ്ട് എങ്കിലും ഈ ഇപ്പുറത്തെ കോളത്തിലുള്ള ചുമന്ന അടയാളം പാപത്തിൻ്റെ ആ കോളത്തിലുള്ളതുമായ സംഖ്യയുമായിട്ട് ഒത്തുപോകില്ല. അബ്രഹാം ജീവിതത്തിൽ ഒരു നിരാശ നിറഞ്ഞതാണ്. കാരണം താൻ എത്ര നന്മ ചെയ്താലും തൻ്റെ ജീവിതത്തിലെ കുറവുകൾക്ക് പരിഹരിക്കാൻ അത് പറ്റില്ല. അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. എല്ലാ മനുഷ്യരുടെ കാര്യത്തിൽ അതാണ്. ഇവിടെയാണ് അവസാനം വരവിൻ്റെ കോളത്തിൽ, അഥവാ ക്രെഡിറ്റ്, നേട്ടത്തിൻ്റെ കോളത്തിൽ വിശ്വാസമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതപ്പെട്ടു. വിശ്വാസം. ആ വിശ്വാസം, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ വിശ്വാസം ഉണ്ടായപ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ, അത് വരവിൻ്റെ കോളത്തിൽ എഴുതപ്പെട്ടു. നേട്ടത്തിൻ്റെ കോളത്തിൽ, ക്രെഡിറ്റിൻ്റെ കോളത്തിൽ എഴുതപ്പെട്ടു. അത് അബ്രഹാമിനെ നീതിമാനാക്കി. മറുവശത്ത് ചുമന്ന അടയാളത്തിൽ പാപങ്ങളുണ്ട്, കുറവുകളുണ്ട്, പരാധീനതകളും തെറ്റുകുറ്റങ്ങളുമുണ്ട്. പക്ഷെ മറുവശത്ത് വിശ്വാസം അബ്രഹാം എങ്ങനെയുള്ളവനായിരിക്കണമോ എന്നുള്ളത് ആ വിശ്വാസം പ്രകടമാക്കിയതിലൂടെ ദൈവം അബ്രഹാമിനെ നീതിമാനായി കണക്കിട്ടു. നാം ഏതെല്ലാം ചിത്രീകരണങ്ങൾ ഉപയോഗിച്ചാലും ഉദാഹരണങ്ങൾ ഉപയോഗിച്ചാലും ഒന്നും പൂർണ്ണമല്ല, നമുക്കറിയാം. ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ, ദൈവം അബ്രഹാമിൻ്റെ ജീവിതത്തിലെ പൂർണ്ണതയുള്ള അനുസരണവും പ്രവൃത്തികളിലേക്കല്ല നോക്കിയത്. അങ്ങനെ ഒന്നുമില്ല. പൂർണ്ണതയുള്ള അനുസരണം ആർക്കുമില്ല. അബ്രഹാം ജീവിതത്തിലെ ഒരു അനുസരണവും ഒരു പ്രകടനങ്ങളും പൂർണ്ണതയുള്ളതല്ല. അവിടേക്കല്ല ദൈവം നോക്കി. പിന്നെ എവിടേക്കാണ് നോക്കിയത്? അബ്രഹാമിൻ്റെ വിശ്വാസത്തിലേക്ക്. ഇന്ന് ദൈവം നമ്മൾ നോക്കുന്ന എവിടെയാണ്? നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്ക്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞത്, ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അതാണ് ദൈവം നമ്മളെ നോക്കുന്നത്. നമ്മുടെ കയ്യിൽ എത്ര വലിയ നേട്ടമുണ്ട്, എത്ര വലിയ സമ്മാനമുണ്ട്, എത്ര കാഴ്ചവസ്തു ഉണ്ടെന്നല്ല. ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നോക്കി അതവനെ നീതിമാനായി കണക്കിടുവാൻ കാരണമായി. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം കണക്കിട്ടു. അത് വരവിൻ്റെ കോളത്തിലേറി. നമ്മുടെ ജീവിതത്തെ രക്ഷിക്കുന്നതും നമ്മളെ പരിഗണിക്കുന്നതും ദൈവം നോക്കുന്നതും അതുതന്നെയാണ്, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം. ഈ വലിയ സത്യം തിരിച്ചറിയുമ്പോൾ ദൈവമക്കൾക്ക് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ നോക്കുന്നത് നമ്മൾ എത്ര സൽപ്രവൃത്തികൾ ചെയ്തു, എത്ര നല്ല വേഷം ധരിച്ചു, എത്ര ഉറക്കെ പാടി, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ദൈവം നോക്കുന്നത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. ദൈവം അത് നമ്മളിൽ കാണണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെ പിന്നിലും ദൈവത്തിലുള്ള വിശ്വാസത്തോടു കൂടിയാണോ ചെയ്യുന്നത്? റോമലേഖനത്തിൽ കൃത്യമായി പറയും, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാണ്. അപ്പോൾ നാം കണ്ടു ദൈവത്തിൻ്റെ മുമ്പിലുള്ള കണക്ക് പുസ്തകം. കാരണം ഈ പാഠത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരതാണ്, അതിശയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കണക്കെഴുത്ത് ക്രമീകരണം. ദൈവത്തിലുള്ള കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം ചുവന്ന അടയാളം കൊണ്ട് ചെലവിൻ്റെ കോളത്തിൽ കിടപ്പുണ്ട്. ഡെബിറ്റ് കോളം, ചെലവിൻ്റെ കോളം, ചുമന്ന കുറേ അടയാളങ്ങൾ, നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം ഉണ്ട്. മറുവശത്ത് നേട്ടങ്ങളായിട്ടൊന്നുമില്ല. നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തികവുള്ളതല്ല. അവിടെയാണ് ദൈവത്തിൽ നമുക്ക് വിശ്വാസമുണ്ടാകുമ്പോൾ, ദൈവത്തെ ഞാൻ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് വരവിൻ്റെ നേട്ടത്തിൻ്റെ കോളത്തിൽ എഴുതപ്പെടും. നേട്ടത്തിൻ്റെ കോളത്തിൽ നമ്മുടെ വിശ്വാസം എഴുതപ്പെട്ട് കഴിയുമ്പോൾ ഈ കണക്ക് പുസ്തകം നേരെയാകും. അപ്പോൾ ദൈവം നമ്മെ നീതിമാന്മാരായി പരിഗണിക്കും. ഈ വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവം നോക്കുന്നത് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തെയാണ്. കാരണം എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും അതിലെല്ലാം കുറവുണ്ട്. പഴയ കാലത്ത് മൃഗങ്ങളെ കൊണ്ടുവന്ന ജനങ്ങൾ, അവർ എത്ര നല്ല മൃഗങ്ങളെ കൊണ്ടുവന്നാലും അവിടെ ദേവാലയത്തിലുള്ള പുരോഹിതൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ആ മൃഗങ്ങളെ തള്ളിക്കളയും, നിഷേധിക്കും, പോയി രണ്ടാമത് കൊണ്ടുവരേണ്ടി വരും. എങ്കിൽ ആ പുരോഹിതന്മാരും അവിടെ കച്ചവടം നടത്തുന്നവരും അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന മൃഗങ്ങളെ ഇരട്ടി വില കൊടുത്ത് വാങ്ങണം. എല്ലാവരും വാങ്ങുകയാണ്. തിരിച്ചും അത്രയും മൈലുകൾ 1-2 ദിവസം യാത്ര ചെയ്ത് വന്നവരാണ്. തിരിച്ച് അത്രയും ദൂരം സഞ്ചരിച്ച് വീണ്ടും മൃഗത്തെ കൊണ്ടുവന്ന് ഇത് തന്നെയല്ല വീണ്ടും വരാൻ പോകുന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഇരട്ടിയോ 3 ഇരട്ടിയോ വില കൊടുത്ത് മൃഗങ്ങളെ മാറ്റി, ഇതൊരു കച്ചവടമാക്കി മാറ്റി ദൈവത്തിൻ്റെ കാര്യങ്ങൾ.
അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ദൈവം നോക്കുന്നത് വിശ്വാസമാണ്. എന്തൊരു ആശ്വാസമാണ്. കാരണം അനേകം ആൾക്കാർക്ക് ദൈവം വെറും ഭയപ്പെടുത്തുന്നൊരു നീതിമാനായ ന്യായാധിപന് മാത്രമാണ്. ദൈവത്തെ പേടിയാണ്. നാം എത്ര സൽപ്രവൃത്തികൾ ചെയ്യണം ദൈവത്തിൽ പോകാൻ, സ്വർഗത്തിലെത്താൻ എന്നുള്ള സംശയം ഭയവുമാണ്. പക്ഷെ മറുവശം ദൈവസ്നേഹമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പല ചോദ്യങ്ങൾ നേരിടുമ്പോൾ ചോദിക്കാറുണ്ട് നമ്മളോട്, സ്വർഗത്തിൽ പോകുന്ന നിങ്ങൾക്ക് എന്തുറപ്പുണ്ട്? എത്രമാത്രം സൽപ്രവർത്തികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ദൈവം നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ? അല്ലെങ്കിൽ നേരിട്ട് ചോദിക്കും, രക്ഷിക്കപ്പെട്ടവരാണോ നാം പലപ്പോഴും സംശയത്തോടുകൂടി നിശ്ചയമില്ലാത്ത പോലെ മറുപടി പറയും, എനിക്ക് തോന്നുന്നത്, എൻ്റെ പ്രതീക്ഷ ഞാൻ സ്വർഗത്തിൽ പോകുമെന്നാണ്. ഒരു നിശ്ചയമില്ല. യോഹന്നാൻ അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയ ഒരു പ്രസ്താവന പലപ്പോഴും നമ്മൾ അതിശയിപ്പിക്കാറുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ യോഹന്നാൻ പറഞ്ഞു, ദൈവപുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നമുക്ക് വ്യക്തമായി ബോധവും നിശ്ചയവും ഉണ്ടാകണം. നമുക്ക് നിത്യജീവനുണ്ട്. കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പോൾ നമുക്ക് നിത്യജീവനുണ്ട്, നിത്യമായൊരു അവകാശം നമുക്ക് ലഭിക്കുമെന്ന ഉറപ്പ്. പലപ്പോഴും നമുക്ക് സംശയം തോന്നുന്നു, പൗലോസ് എങ്ങനെ ഇത്ര ധൈര്യമായി ഇത് പറയുന്നു? 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയമച്ചേവർക്കും കൂടി. ഇപ്പം ഞാൻ വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഇത്ര ധൈര്യത്തോടുകൂടിയാണ് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ പൗലോസ് റോമാലേഖനം 4 പഠിപ്പിക്കുന്ന കാര്യം മനസ്സിലാക്കേണ്ടത്. പൗലോസ് വളരെ നിശ്ചയത്തോടാണ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ വ്യക്തമായി നൽകിത്തരുന്ന ഈ സത്യങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവം നമ്മളെക്കുറിച്ച് നോക്കുന്നത്. അന്വേഷിക്കുന്ന നമ്മൾ തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മുടെ കുറവുകളും ബലഹീനതകളുമൊക്കെ വെളിപ്പെടും. നമ്മുടെ സകല പ്രകടനങ്ങളും ദൈവം മുമ്പിൽ അപര്യാപ്തമാണ്, കുറവുള്ളതാണ് എന്ന സത്യം നാം ബോധ്യപ്പെടണം. നാം എത്ര സമയമിരുന്ന് പ്രാർത്ഥിച്ചാലും, എത്ര മധുരമായി പാടിയാലും, എത്ര നല്ല വെണ്മയുള്ള വസ്ത്രം ധരിച്ചാലും, എന്തൊക്കെ ചെയ്താലും നമ്മുടെ എല്ലാ പ്രകടനങ്ങളും അപര്യാപ്തമാണ്, കുറവുള്ളതാണ്. കാലം കഴിയുന്തോറും നമുക്ക് വ്യക്തമായി മനസ്സിലാകും, ഒരിക്കലും വറ്റാത്ത ഉറവ പോലെ നാം കരുതിയെന്നെല്ലാം വാങ്ങിപ്പോകും. അതെല്ലാം അവിടെ എല്ലാം വറ്റിപ്പോകും. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ വ്യക്തമായി തിരിച്ചറിയും, ദൈവം എൻ്റെ കുറ്റമുള്ള, കുറവുള്ള, അപര്യാപ്തമായ, എപ്പോഴും തെറ്റിപ്പോകുന്ന എൻ്റെ പ്രവൃത്തിയിലേക്കല്ല, ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. ഇത് മറക്കരുത്. ദൈവം നോക്കുന്നത് ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസമാണ്. എത്രത്തോളം ആഴമായി ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കുന്നു. നാം ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ദൈവം നോക്കുന്നത് എൻ്റെ ഈ കുറ്റമുള്ള, കുറവുള്ള, അപര്യാപ്തമായ, വൈകല്യങ്ങളുള്ള, കറപുരണ്ട എൻ്റെ പ്രവൃത്തികളല്ല. എത്ര നന്മ ചെയ്താലും, എത്ര സൽപ്രവൃത്തികൾ ചെയ്താലും നമ്മൾ ഒന്നിനും കൊള്ളാനില്ലാത്തവരാണ്. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം ദൈവം നോക്കുന്നതാണ്, നീ എത്രത്തോളം എന്നെ വിശ്വസിക്കുന്നു. എൻ്റെ അടുക്കൽ വരുമ്പോൾ എന്നെ വിശ്വസിക്കുക, എൻ്റെ വചനത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ മറ്റൊരു ഗൗരവമേറിയ ചോദ്യമുണ്ടാകാം. ഇതിൻ്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി വേണ്ടെന്നാണോ? വിശ്വാസം മാത്രം മതിയെന്നാണോ? ഒരിക്കലുമല്ല. കാരണം ഉൽപ്പത്തി 15:6 അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടെന്ന് പറയുമ്പോൾ അവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയും ഇല്ലായിരുന്നു എന്നല്ല. അബ്രഹാം ജീവിതത്തിൽ അനേകം പ്രവൃത്തികളുണ്ട്. പക്ഷെ അതൊന്നും സൽപ്രവൃത്തികളൊന്നും ദൈവത്തിൻ്റെ നീതി നേടിയെടുക്കാനല്ല. അബ്രഹാം ജീവിതത്തിലുണ്ടായ സൽപ്രവൃത്തികളൊക്കെ ദൈവത്തിൽ വിശ്വസിച്ചതിൻ്റെ അനന്തരഫലമായിട്ട് അതിൻ്റെ പ്രതിഫലനങ്ങളാണ്. ഇപ്പോൾ ഉൽപ്പത്തി 15:6 നമ്മൾ നേരത്തെ ചിന്തിച്ചപ്പോൾ തന്നെ പറയുകയുണ്ട്, അബ്രഹാമിൻ്റെ ജീവിതത്തിലെ മൊത്തം രക്തച്ചുരുക്കം ഒരു മൊത്തത്തിൽ സംസാരിക്കുകയാണ് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്നുള്ളത്. ഇതല്ല ആരംഭം. കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞു. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി ഈ നിമിഷമല്ല. അബ്രഹാം ദൈവത്തോടൊപ്പം രാത്രി നടന്ന് നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ദൈവത്തെ നീ വിശ്വസിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ശക്തിയെ കാണിച്ചു കൊടുക്കുമ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് എഴുതിയിരിക്കുന്നു. അവിടെയല്ല തുടക്കം. അവിടെയല്ല അബ്രഹാമിനെ ദൈവത്തിൻ്റെ മകനായി സ്വീകരിച്ചത്, തൻ്റെ പൈതലെ അംഗീകരിച്ചത്. കാരണം മെൽക്കിസദേക്കിൻ്റെ വാക്കുകൾ നമ്മൾ കണ്ടു. അബ്രഹാമിൻ്റെ ദൈവം വല്ല വാഗ്ദാനങ്ങൾ കൊടുത്തു. ദൈവത്തിൻ്റെ മക്കൾക്കാണ് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അബ്രഹാമും ദൈവത്തിനുള്ള ബന്ധം നേരത്തെ തുടങ്ങിയതാണ്. അപ്പോൾ അബ്രഹാമിനെക്കുറിച്ച് ഉൽപ്പത്തി 15:6 പറയുന്ന അബ്രഹാമിൻ്റെ മൊത്തം ജീവിതത്തിലെ ചിത്രമാണ്. ഈ വിഷയം തന്നെ പലർ ഉപയോഗിച്ചു. പൗലോസ് തന്നെ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-9 വാക്യങ്ങളിൽ ഈ ഉൽപ്പത്തി 15:6 പറയുന്ന ആ വിഷയത്തെ
ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 9 വാക്യങ്ങൾ കേൾക്കുക. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടുന്നുണ്ടല്ലോ. ഉൽപ്പത്തി 15-6 തന്നെയാണ് ഗലാത്യ സഭയുടെ പൗലോസ് ഉപയോഗിച്ചത്. അവിടെ ഉപയോഗിക്കുന്ന പശ്ചാത്തലം വേറെയാണ്. അതുകൊണ്ട് വിശ്വാസികൾ എത്ര അബ്രഹാമിൻ്റെ മക്കളെന്ന് എന്നറിവീൻ. എന്നാൽ ദൈവം വിശ്വാസമുള്ള ജാതികളെ നീതീകരിക്കാൻ തിരുവഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അത് ഉൽപ്പത്തി 12 വിഷയമാണ്. അബ്രഹാമിനോട് പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആ സംഭവത്തോട് ബന്ധപ്പെടുത്തിയാണ് ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 6 മുതൽ 9 വരെ പൗലോസ് തന്നെ അവതരിപ്പിച്ചത്. അപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കി കനാൻ നാട്ടിലേക്ക് പോകാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ആ സംഭവിച്ചതാണ്. അത് തന്നെ എബ്രായ ലേഖനം അതിനെക്കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ എബ്രായ ലേഖനം ഈ വിഷയത്തെ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. എബ്രായർ 11:8 വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകാൻ പുറപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുമെന്ന് അറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഒരു പക്ഷേ അബ്രഹാം പോകാൻ തയ്യാറല്ല. അബ്രഹാം അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചില്ല എന്ന് പറയും. തീർച്ചയായും ശരിയാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചവനാണ്. പക്ഷേ അബ്രഹാം പോകാൻ തയ്യാറായില്ലെങ്കിൽ അത് വിശ്വാസമല്ല, അവിശ്വാസമാണ്. റോമലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഈ വിഷയം ഉപയോഗിക്കുമ്പോൾ റോമർ 4:10 ഉൽപ്പത്തി 15 വിഷയം വളരെ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 15 വിഷയം എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. റോമർ 4:10 വാക്യത്തിൽ എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന അടയാളം ലഭിച്ചത്. അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും എല്ലാവർക്കും കൂടെ നീതി കണക്കെടുക്കുവാൻ തക്കണം താൻ എല്ലാവർക്കും പിതാവാകേണ്ടത് തന്നെ. റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19 വാക്യം കൂടെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട്, അവർ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന് നിർജ്ജീവത്തെ ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോൾ അബ്രഹാമിനോട് ദൈവം നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ റോമലേഖനം 4-ൽ പറയും. 14 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന ആ അനുഗ്രഹത്തെക്കുറിച്ച്. അബ്രഹാമിന് ദൈവം ഒരു മകനെ വാഗ്ദാനം ചെയ്തു. അബ്രഹാമിന് 100 വയസ്സായി. സാധാരണ രീതിയിൽ അന്നത്തെ കാലത്ത് 100 വയസ്സുള്ള ഒരു വ്യക്തിക്ക് മകനുണ്ടാകില്ല. സാറയുടെ ഗർഭപാത്രവും ജീവനില്ലാത്തതായി. ആ ഗർഭപാത്രത്തിന് കുഞ്ഞിനെ വഹിക്കാൻ കഴിയില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞു, നിനക്കൊരു സന്തതി തരുമെന്ന് പറഞ്ഞിട്ട് കുറേ വർഷങ്ങളായി, 20-ലധികം 25ഓളം വർഷമായി. അവസാനം ഇസ്ഹാക്ക് ജനിച്ചു. ഇസ്ഹാക്ക് ജനിച്ചത് മറിയയ്ക്ക് കന്യകാജനനം സംഭവിച്ചതുപോലെയല്ല. അബ്രഹാം സാറയും തമ്മിലുള്ള ദാമ്പത്യ ബന്ധം ഇല്ലാതെ ജനിച്ചതല്ല ഇസ്ഹാക്ക്. അപ്പോൾ അബ്രഹാം ഒരു പക്ഷേ തയ്യാറായില്ലെന്ന് വിചാരിക്കുക. 100 വയസ്സുള്ള താൻ ഭാര്യയുമായുള്ളൊരു ദാമ്പത്യ ബന്ധത്തിന്, ശാരീരിക ബന്ധത്തിന് അബ്രഹാം തയ്യാറായില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അബ്രഹാം തയ്യാറായി. അപ്പോൾ അവിടെ അങ്ങനെ തയ്യാറായില്ലെങ്കിൽ അബ്രഹാമിൻ്റെ ഭാഗത്ത് നിഷ്ക്രിയത്വമാണ്, അനുസരണമില്ലായ്മയാണ്, അവിശ്വാസമാണ്. അപ്പോൾ യാക്കോബ് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വളരെ പിന്നീട് നടന്ന സംഭവം, ഉൽപ്പത്തി 22-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെ ഇസ്ഹാക്ക് ജനിച്ച വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയും, നിൻ്റെ മകനെ യാഗം കഴിക്കാൻ ആവശ്യപ്പെടും. ആ വിഷയമാണ് യാക്കോബ് അവതരിപ്പിച്ചത്. നമുക്ക് ഒരു വിഷയം ആരൊക്കെ അവതരിപ്പിക്കുന്നു, ഏതെല്ലാം വിഷയത്തോട് ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്നു. ഉൽപ്പത്തി 15:6 ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അവതരിപ്പിച്ചു. എബ്രായ ലേഖനത്തെക്കുറിച്ച് പറഞ്ഞു. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു. യാക്കോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ യാക്കോബ് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലോ നീതീകരിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണ്. പ്രവൃത്തി ഏതർത്ഥത്തിലാണ്? റോമലേഖനത്തിൽ പറയുന്ന പ്രവൃത്തിയും യാക്കോബ് എന്ന പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം. അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്ന് നീ കാണുന്നുവല്ലോ. 23 അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതന് പേർ പ്രാപിച്ചു. വീണ്ടും ഉൽപ്പത്തി 15:6 വാക്യമാണ്. അവിടെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം മകനെ യാഗം കഴിക്കാൻ തയ്യാറായതിനെക്കുറിച്ചാണ്. അപ്പോൾ ആ സംഭവം തന്നെയാണ് എബ്രായ ലേഖനം പറഞ്ഞത്. എബ്രായ ലേഖനം ഇതിനെക്കുറിച്ച് പറയും 11-ാം അധ്യായം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെ എബ്രായ ലേഖനം പറഞ്ഞത്, വിശ്വാസത്തിൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച് വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ച ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവിടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ നിർണായകമായ സംഭവം പുതിയ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് മകനെ അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാമിനെ നിരാകരിക്കാം പറ്റില്ലെന്ന് പറയാം. താൻ സ്നേഹിക്കുന്ന മകനാണ്, ഏകമകനാണ്,
വർഷങ്ങളായി കാത്തിരുന്ന് കിട്ടിയ മകനാണ്, എനിക്ക് സാധിക്കില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയാം. അങ്ങനെ പറയുമെങ്കിൽ ഒരിക്കലും അത് വിശ്വാസക്കുറവാണ്. പൂർണ്ണമായി ദൈവത്തെ ആശ്രയിക്കാത്തതുകൊണ്ടാണ്. മരിച്ചവരിൽ നിന്ന് ഒരാളെ എഴുന്നേൽപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് സംശയം വന്നതുകൊണ്ടാണ്. പക്ഷെ അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല. അബ്രഹാം വിശ്വസിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഈ സൽപ്രവൃത്തികൾ അത് വളരെ വ്യക്തമാണ്. ഉദാഹരണത്തിന് ഒരു വാക്യം വളരെ പ്രധാനമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 26-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെ കേൾക്കുക. ഉൽപ്പത്തി 26. ഈ ദേശത്ത് താമസിക്കാൻ ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് നിൻ്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും തരും, നിൻ്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. ഇത് ശ്രദ്ധിക്കുക, 4-ാം വാക്യം. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ ആകാശത്തെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിൻ്റെ സന്തതിക്ക് ദേശമൊക്കെ കൊടുക്കും. ദൈവം അബ്രഹാമിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട്. ദൈവത്തിൻ്റെ സാക്ഷ്യമാണ് അബ്രഹാം ദൈവം മുമ്പിൽ ചെയ്ത പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ സാക്ഷ്യം, അബ്രഹാമിൻ്റെ വാക്ക് കേട്ടു, എൻ്റെ നിയോഗവും ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം അബ്രഹാം അനുസരിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം ചെയ്ത സകല പ്രവൃത്തികളും പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ആ പ്രായത്തിൽ, ആ കാലഘട്ടത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് വിധേയത്വം കാണിച്ചു. തീർച്ചയായും അതിശയകരമാണ്, അത്ഭുതകരമാണ്, വിസ്മയകരമാണ്. 2 കാര്യങ്ങൾ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം. അതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്താം. 2 വിഷയങ്ങൾ ഈ കാര്യത്തിൽ പറയുമ്പോൾ, ഒന്ന്, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാം ചെയ്ത ഈ പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നാം പറയുന്ന ഈ പ്രവൃത്തികൾ നീതി കിട്ടാൻ വേണ്ടി ചെയ്ത സൽപ്രവൃത്തിയല്ല, നീതി ലഭിക്കാൻ വേണ്ടി ചെയ്ത സൽപ്രവൃത്തിയോ പുണ്യപ്രവൃത്തിയല്ല, പിന്നെയോ വിശ്വാസത്തിൻ്റെ അനുസരണമാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഇപ്രകാരമെല്ലാം സാധിച്ചത്. വിളിച്ച ഉടനെ, പറഞ്ഞ ഉടനെ എല്ലാം വിട്ടിട്ട്, വെറുതെ ഒരു കൂര വിട്ടിട്ടല്ല വന്നത്. അന്നത്തെ ആ ദേശത്തിൽ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യൻ ദൈവം പറഞ്ഞു കേട്ട് എല്ലാം കളഞ്ഞിട്ട് വരണമെങ്കിൽ അത് വിശ്വാസമാണ്. 25 വർഷത്തോളം ദൈവം മകനെ തരാമെന്ന് പറഞ്ഞത് കാത്തിരുന്നത് വിശ്വാസമാണ്. അവസാനം മകനെ ലഭിച്ചപ്പോൾ യാഗമർപ്പിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തയ്യാറായത് വിശ്വാസമാണ്. ഇപ്പം നീതി ലഭിക്കാൻ വേണ്ടി ചെയ്ത സൽപ്രവർത്തികളല്ല, വിശ്വാസത്തിൻ്റെ അനുസരണം. എന്നാൽ വിശ്വാസമുള്ളവർക്കാണ് അനുസരണമുള്ളത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ദൈവം പറയുന്ന കൽപ്പനകൾ, നിയോഗങ്ങൾ, സാക്ഷ്യങ്ങൾ, ചട്ടങ്ങൾ അനുസരിക്കും. ദൈവത്തിൽ വിശ്വാസമുള്ളവർ. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, അബ്രഹാം ഇത്രമാത്രം സൽപ്രവൃത്തികളൊക്കെ ചെയ്തുവെങ്കിലും ഇതൊന്നും തികവുള്ളതല്ല, കുറ്റമറ്റ പ്രവൃത്തികളല്ല. അബ്രഹാം രക്ഷിക്കപ്പെടേണ്ടത് കൃപയാൽ മാത്രമാണ്. ഇത്രയൊക്കെ നല്ല പ്രവൃത്തികൾ അബ്രഹാം ഭാഗത്തുണ്ടായാലും, ഇത്ര വാർദ്ധക്യത്തിലും വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് അവിശ്വാസത്തിൽ തളരാതെ, സംശയങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതെ ദൈവത്തിൽ മുറുകെ പിടിച്ച് എൻ്റെ ദൈവത്തിന് കഴിയും, ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ ദൈവം പാലിക്കാൻ ശക്തൻ എന്നൊക്കെ പറഞ്ഞ് ഉറച്ചു നിന്നപ്പോഴും തൻ്റെ പ്രവൃത്തികളിൽ കുറവുണ്ട്. തൻ്റെ ഒരു പ്രവൃത്തികളും കുറ്റമറ്റതല്ല. അബ്രഹാമും രക്ഷിക്കപ്പെടുന്നത് കൃപയാലാണ്. പൗലോസ് പറഞ്ഞ എഫേസ്യ ലേഖനത്തിൽ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം. അപ്പോൾ അവിടെ തിരുവെടുത്ത് വ്യക്തമായി പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ്റെ നീതിയായി കണക്കിട്ടു. അവരുടെ ദൈവത്തിൽ നമ്മൾ കണ്ട കണക്കെഴുത്ത് പുസ്തകം ഒരു വശത്ത് ചുമന്ന അടയാളം മാത്രം, പാപം, അകൃത്യം, തിന്മ, ലംഘനം, പാപം മാത്രം. നമ്മുടെ ജീവിതത്തിൽ അതാണ്. അടുത്ത പാഠത്തിൽ നമ്മൾ നാളെ ചിന്തിക്കും ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി എങ്ങനെയൊക്കെ ബന്ധപ്പെടുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിലും പാപത്തിൻ്റെ കോളം മുഴുവൻ മുഴുവൻ ചുമന്ന മഷി കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. മറുവശത്ത് നമുക്ക് പകരം ചെയ്യാൻ ഒന്നുമില്ല. നിസ്സഹായരാണ്, ബലഹീനരാണ്, അഭക്തരാണ്, പാപികളാണ്, ശത്രുക്കളാണ്. അവിടെയാണ് വിശ്വാസം എന്ന ഒറ്റ വാക്ക്. ദൈവം പറഞ്ഞ് നാം വിശ്വസിക്കുമ്പോൾ, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ദൈവം ഒരിക്കൽ രക്ഷാപദ്ധതി വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് നീതിയായി കണക്കിടുക. ദൈവം നമ്മളെ നീതിമാരായി അംഗീകരിക്കുക. കർത്താവ് യേശുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കുമ്പോൾ ദൈവം നമ്മളെ നീതിമാന്മാരായി പരിഗണിക്കുക. നമുക്കറിയാം നേരം നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തികളും കുറ്റമറ്റതല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളും പൂർണ്ണതയുള്ളതല്ല. ക്രിസ്തുവിൽ ദൈവം നമ്മെ അംഗീകരിച്ചതാണ്. ആ വിശ്വാസം, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അത് അവൻ്റെ നീതിയായി കണക്കിട്ടു. ഭൂമിയിൽ ഈ വിശ്വാസമാണ് ദൈവം അന്വേഷിക്കുന്നത്. കർത്താവ് ആകുലപ്പെട്ടത് മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്.
ആ വിശ്വാസം രക്ഷിക്കുന്നൊരു വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി ഉറച്ചു നിൽക്കുന്ന വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യം നിശ്ചയമായ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ നീതിമാന്മാരെ കണക്കിടും. നമ്മുടെ ഒരു പ്രവൃത്തിയിലേക്ക് നോക്കിയിട്ട് ഇതിനൊന്നുമില്ല അതിനകത്ത് കാണാൻ. എല്ലാത്തിലും കറയുണ്ട്, അഴുക്കുണ്ട്, മലിനതകളുണ്ട്, ബലഹീനതകളുണ്ട്. ഒരു കാര്യത്തിലും നല്ലതില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കും ദൈവത്തെ. ദൈവം സന്തോഷിക്കേണ്ടതില്ല. ഇതിൻ്റെ ഈ അവസ്ഥയിലും നാം ദൈവത്തെ മുറുകെ പിടിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം മതിയായവൻ, എൻ്റെ ദൈവത്തിന് കഴിയും, ദൈവം പറഞ്ഞ പോലെ ദൈവ സമയത്ത് ചെയ്യും. ആകാശം ഭൂമി മാറിയാലും ദൈവത്തിൻ്റെ വചനം സംഭവിക്കും. ആ വിശ്വാസം ദൈവം നമ്മളിൽ ഉണ്ടെന്ന് കണ്ടാൽ ദൈവം നമ്മളെ നീതിമാന്മാരായിട്ട് തന്നെ കാണും. ദൈവത്തിൻ്റെ നീതിമാന്മാരെ സംരക്ഷിക്കും, ദൈവത്തിൻ്റെ ഭക്തനെ വേർതിരിക്കും. പക്ഷേ ഈ വിശ്വാസം നമ്മളിലുണ്ടാകണം. വിശ്വാസത്തിൽ നല്ല നമ്മൾ എന്ത് ചെയ്താലും അത് പാപമാണ്. നമ്മൾ പാട്ട് പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, വചനം പറയുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ എപ്പോഴും ദൈവത്തെയാണ്. ദൈവമെന്നുള്ള ആ സത്യത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ വിശ്വാസത്തോടെ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ പ്രകടനങ്ങൾ പാപമായി മാറും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ കാണും. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി നന്ദി. താങ്ക് യു.